ജോലി എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും പറയുന്നൊരു കാര്യം എനിക്കത് സുഖമാണ്. ഷാജുവിന് ജോലി ചെയ്യുന്നത് എനിക്കത് സുഖമാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്നിവരിങ്ങനെ പറയുന്നു. രാജ്യസഭയിലേക്ക് 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ആബേൽ, രണ്ടാമത് ആൽഫ. സ്ഥിരീകരിച്ചതിന് മാത്രമേ രാജ്യസഭയിൽ കല്യാണിക്കാൻ പറ്റൂ. ഭർത്താവിനെ കൊന്നു, ആൽഫയുടെ ഫാദർ മകൾ വെച്ചു, പിന്നെ അങ്കിൾ വെച്ചു. ഇതൊന്നും പിടിച്ചിട്ടില്ല. ഇത് അടുത്തേക്കൊക്കെ പോവുക 1/5/2012 അന്ന് ആബേലിന്റെ ആദ്യ കുർബാനയായിരുന്നു. ഷാജുക്കാരുടെ വീട്ടിൽ കുട്ടികളുടെ ആൾക്കാർ ഇരിക്കുന്ന സമയത്താണ് ജോലി നോക്കുന്നു. കുട്ടികൾ എല്ലാവരും വീട്ടിൽ വരുന്നത്. ഞങ്ങളെല്ലാം വിളിച്ചു. ഈ കൊല്ലം ആഘോഷമായിട്ട് വീടുകളിൽ നടത്തുന്നത്. ഞങ്ങൾ പറഞ്ഞതിന് സ്ഥിതിയാണ്. ഞങ്ങൾ നമുക്ക് ഞങ്ങൾ 4 പേരോട് ഏകദേശം ഭക്ഷണം കഴിച്ചു. ആൻറ്റി അയക്കാൻ ഫുഡ് കൊടുക്കാനായിട്ട് പെട്ടെന്ന് ആൾക്കാർ ചാടുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചിരുന്ന ആളെ എടുത്തുകൊണ്ട് പിടിച്ചിരുന്ന ആൾ ബാക്കോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ ചാടുകയാണ്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ടാണ് ഈ കണ്ണിൻ്റെ 2 കൃഷ്ണമണികളും മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇത് അപ്ലോഡായിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണികൾ ഇങ്ങനെ പോകുന്നു. അങ്ങനെയാണ് എൻ്റെ ഓടി കൊച്ചിലേക്ക് പോയത്. കൊച്ചിലേക്ക് വന്ന് എന്ത് പറ്റിയത്, എന്താണ് സംഭവിച്ചത് ആർക്കും അറിയത്തില്ല. ഓർമ്മ പോകുന്ന സ്ഥിതിപെട്ടെന്ന് നഷ്ടത്തായി. എല്ലാ ഷോക്കായി പോയി. പോണ്ടിച്ചേരി ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് പറഞ്ഞ് കുറച്ച് വളരെ കട്ടിക്കാണ് വിശേഷത്തിലേക്ക് മാറ്റി എന്ന്. At the time, the family believed Alpine had soaked on the food her aunt was feeding her, but to learn that a 2-year-old child had been poisoned was just horrific. Jolie was not just a woman, but a mother. How would someone with her background callously murder a baby and feel no remorse? With a 2-year-old child, that brings to question the basic humanity of the person who committed it. Women are looked up to as mothers, as nurses, as caregivers. And the fact that a woman is capable of killing an innocent child shatters that belief system to the core. ഈ ആൽഫൈൻ കേസ് എല്ലാവരും ഉറ്റുനോക്കി. കാരണം നിഷ്കളങ്കയായ ഒരു ചെറിയ കുട്ടിയെ എന്തിന് ജോലി കൊണ്ടുവരുന്നത്? ജോലിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇത്തരം ഒരു ചെറിയ കുട്ടിയെ എന്തിനു കൊന്നു എന്നുള്ളത് ജോലിയോട് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ജോലി പറയുന്ന ഒരേ ഒരു ഉത്തരം, എനിക്ക് എന്ത് ഉദ്ദേശമാണ് ഈ ചെറിയ കുട്ടിയെ കൊല്ലുന്നത് കൊണ്ട്? കുട്ടി ഒരിക്കലും എൻ്റെ വിവാഹത്തിൽ തർക്കമാകില്ല. അങ്ങനെ കൊണ്ടുവച്ചാൽ കുട്ടിയെ നോക്കുന്നതിന് വേണ്ടിയൊന്നും പറഞ്ഞ് വിവാഹം കഴിക്കാൻ സാധിക്കുമായിരുന്നു. ഈ പർപ്പസൊക്കെ നിലനിൽക്കുകയും എന്തിനു കുട്ടിയെ കൊല്ലാം? അപ്പോൾ ഇതിലെ സത്യങ്ങൾ മറ്റൊന്നാണ് എന്ന് ഞാൻ ഒറ്റ വിശ്വസിക്കുന്നു. 2014 ആൾക്കും മറ്റൊക്കെ സൃഷ്ടിക്കാൻ വളരെ ക്ഷീണതയാണ്. മാനസികമായിട്ട് വളരെ വിഷമത്തിലാണ്. ഈ സമയം നോക്കിയാണ് ജോലി എനിക്ക് ഇവരുടെ കാര്യം തന്നെ ജോലിയോട് പറയാൻ എനിക്ക് വേറെ കുട്ടികൾ വേണമെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് വഴി അതുകൊണ്ടാണ് പറയുന്നത്. സ്കൂൾ അതിൻ്റെ എങ്ങനെയാണെങ്കിൽ എൻ്റെ ഫാദറിലോ കഴിച്ചുകൊണ്ടിരുന്ന ക്യാൻസർ കൃഷികളെ മാറാൻ വേണ്ടി നമ്മുടെ മഷ്റൂം ക്യാപ്സുകൾ കഴിച്ചാൽ മതി. നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മഷ്റൂം ക്യാപ്സുകൾ തീരുമാനിച്ചു. The last case was dealing with Sadu's wife. Sadu's wife actually died while she was waiting at the reception of a dental hospital or a dental clinic in Tamarasiri. Sadu was also there, Srini was there, and also Jolie was there. So you didn't do it. ഈ ജോലി
So at that time, Shadu outrightly refused the postmortem. He said that postmortem is not required. And he said that postmortems are not common in our family. സിബിഐയും ആൽഫിനെയും ഇല്ലാതാക്കുക എന്നുള്ളത് ഈ കേസിൽ 13-ാം സാക്ഷിയായ ഷാജുവിന്റെ ഉദ്ദേശമാണോ എന്ന് പോലും ചില അഭിഭാഷകനാണ് ഞാൻ പരിശോധിച്ചു. അല്ലെങ്കിൽ ജോലിയെ സ്വന്തമാക്കാനും ഇവരെ ഇല്ലാതാക്കി എന്ന് പോലും വിശ്വസിക്കേണ്ട ഒരു സാഹചര്യം